നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയുമാണ് ബ്രസീലിൻ്റെ ഈ മാസത്തെ മത്സരങ്ങൾ. ഫ്രാൻസിനെതിരെയാണ് ആദ്യ കളി മാർച്ച് 26 ഇന്ത്യൻ സമയം പറഞ്ഞാൽ മാർച്ച് 27 പുലർച്ചെ 1:30. ഇന്നിപ്പോൾ മാർച്ച് 23. ആകെ 2-3 ദിവസങ്ങൾക്കകം ബ്രസീൽ ഫ്രാൻസുമായിട്ട് ഏറ്റുമുട്ടുന്നു. തൊട്ടു പിന്നാലെ ഏപ്രിൽ 1 പുലർച്ചെ ക്രൊയേഷ്യക്കെതിരെയും കളിക്കുന്നു. ഈ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ സ്ക്വാഡിൽ നിന്നിതാ ഒരു സൂപ്പർ താരം കൂടി പുറത്താകുന്നു. സൂപ്പർ ഗോൾ കീപ്പർ ആലിസൺ ബെക്കർ നേരത്തെ പരിക്കേറ്റ് പുറത്തായി. പിന്നെ അലക്സാന്ദ്രോ പുറത്തായി, പകരം കൈക്കിയെ ഉൾപ്പെടുത്തി. എന്നാൽ ഇപ്പോഴിതാ സുപ്രധാന താരം, ഡിഫൻസിലെ പ്രധാനപ്പെട്ട താരം പുറത്താകുന്നു. യെസ്, മറ്റാരുമല്ല, ആഴ്സണലിൻ്റെ ഡിഫൻഡർ ഗബ്രിയൽ മെഗല്ലസ് സ്ക്വാഡിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഇക്കാര്യം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ CBF അറിയിക്കുന്നുണ്ട്. CBFിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, ആഴ്സണൽ ഡിഫൻഡർ ഗബ്രിയൽ മെഗല്ലസ് ഈസ് ഔട്ട് ഓഫ് ദി ഫ്രണ്ട്ലീസ് അഗെയിൻസ്റ്റ് ഫ്രാൻസ് ആൻഡ് ക്രൊയേഷ്യ. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള ഇംഗ്ലീഷ് ലീഗ് കപ്പ്, അതായത് EFL കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിന് ശേഷം പ്ലെയർക്ക് കാൽമുട്ടിന് പരിക്കുണ്ട്, അദ്ദേഹം വേദനയുണ്ട് എന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു. സോ പരിക്കുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇമാജിൻ ടെസ്റ്റുകൾ നടത്തി ഗബ്രിയൽ മെഗല്ലസിന് ഫിഫ ഇൻ്റർനാഷണൽ വിൻഡോയിൽ കളിക്കാൻ പറ്റില്ല, ഫിറ്റാവില്ല എന്നുള്ളത് കൺഫേംഡ് ആയിരിക്കുന്നു. ഏതായാലും പകരം ആരെ എടുക്കും? ആഞ്ചലോട്ടി ആ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. നോ അതർ പ്ലെയർ വിൽ ബി കോൾഡ് അപ്പ് ടു റീപ്ലേസ് ഹിം. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു താരത്തെയും വിളിക്കില്ല എന്ന തീരുമാനമാണ് ഇപ്പോൾ കോച്ച് എടുത്തിരിക്കുന്നത്. ബ്രമറും അതുപോലെ തന്നെ പിന്നെ ഇബാനസും ഒപ്പം മാർക്കിഞ്ഞോസും ഓൾറെഡി സെൻറ്റർ ബാക്കുമാരായിട്ട് സ്ക്വാഡിലുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു കുളപ്പിലേക്ക് പോകേണ്ടെന്നാണ് തീരുമാനം. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം എതിർ മിലീറ്റാവോ വേൾഡ് കപ്പിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പരിക്കേറ്റ് ഇപ്പോൾ ഈ സ്ക്വാഡിലില്ല, എന്നാൽ പരിക്കിൽ നിന്ന് മുക്തനായിട്ട് ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആൽവാരോ ആർബിലോവ പറയുന്നത് ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം കളിക്കളത്തിലേക്ക് എതിർ മിലീറ്റാവോ തിരികെ എത്തുമെന്നാണ്. അതെന്തായാലും ഭാവിയിലേക്കുള്ളൊരു ശുഭവാർത്തയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഫ്രാൻസിനെതിരെയും അതുപോലെ തന്നെ ക്രൊയേഷ്യക്കെതിരെയും കളിക്കാൻ ഗബ്രിയൽ മെഗല്ലസും ഇല്ല എന്നുള്ളത് ബ്രസീലിന് വലിയ വലിയ പണി കൊടുക്കും. പ്രത്യേകിച്ച് ഫ്രാൻസിൻ്റെ മുന്നേറ്റ നിര ബ്രസീലിനെ കയറി മേഞ്ഞു പോകുമോ എന്നുള്ളൊരു ആശങ്ക ആരാധകർക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോഴാണ് ഗബ്രിയൽ മെഗല്ലസ് കൂടി പുറത്തുനിന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.